സ്ത്രീകൾക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലത്ത്, പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീകളിൽ തന്നെ നമ്മൾക്കറിയാം, ഒരുപാട് പേര് ഈ വ്യവസ്ഥയുടെ പുറത്ത് നീങ്ങിപ്പോകുന്നു. പുറത്താകുന്നത് വൈധവ്യം മാത്രം കൊണ്ടല്ല, വിമോചിതരാകുന്നവരുണ്ട്. അതല്ലാതെ തന്നെ ജീവിതത്തിൻ്റെ വഴിയിൽ വെച്ചിട്ട് പ്രായം മാത്രം കൊണ്ട്, രോഗം മാത്രം കൊണ്ട്, വലിയ മഹാവ്യാധികൾ കൊണ്ട് ഒക്കെ പുറന്തള്ളപ്പെട്ടവരുണ്ട്. എന്തിന് നമ്മൾ വിശ്വസിക്കുന്ന ജെൻഡറിൻ്റെ പോലും പുറത്ത് നമ്മൾ ഇപ്പോഴും ഒരു എന്താ പറയുക, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ തൊടാതെ പോകാൻ എങ്ങനെ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ്. ഇത്തരക്കാർക്കിടയിലൊക്കെ പ്രവർത്തിച്ച ഒരു പരിചയമുണ്ട്. അന്ന് നമ്മൾക്ക് ഈ സമൂഹത്തിൻ്റെ എന്ത് കെടുതികളാണ് ഇത്തരത്തിലുള്ളവരെ ഇപ്പോഴും ഇരയാക്കുന്നത്? അതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെ കാര്യം തന്നെയാണ് എപ്പോഴും നോക്കിയിട്ടുള്ളത്. സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജീവിച്ചു വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധിയിൽ നമ്മളോട് പറയാണ്, നിങ്ങളിങ്ങനെ കുടുംബത്തിനകത്ത് പോയി ഇങ്ങനെ ജീവിക്കൂ. ചുറ്റുമുള്ള എല്ലാവരും, കുടുംബത്തിലും പുറത്തുള്ള ആൾക്കാരും നമ്മുടെ മുകളിലോട്ട് അടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് പറ്റുന്നില്ല. അത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് ബാക്കിയുള്ളവരോട് പറയേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ കാണുന്നത്. അല്ലാണ്ട് നമ്മളെന്തെങ്കിലും പ്രസ്ഥാനം ഉണ്ടാക്കിയെന്നോ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചോ എന്ന് ഞാൻ കാണുന്നേ ഇല്ല. ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ കുറച്ച് പേരെങ്കിലും നമ്മളുടെ പറയുന്നത് മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആളുകളോട് സംസാരിക്കുന്നു. അതിൽ ചില പ്രസ്ഥാനത്തിൻ്റെതായ ചില കാര്യങ്ങൾ കടന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത് പറഞ്ഞ വളരെ പ്രധാനമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾ വിചാരിക്കുകയാണ്, നമ്മുടെ സങ്കല്പത്തിൽ മാത്രമാണ് ഇങ്ങനെ ഐഡിയലായിട്ടുള്ള ഒരു കുടുംബം ഉള്ളത്. പറഞ്ഞ പോലെ എത്രയോ പേര് അതിന് പുറത്താണ്. എല്ലാ ക്ലാസ്സിലും പെട്ട ആൾക്കാർ, ജോലി ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള സ്ത്രീകൾ, ഒരുപാട് സ്ത്രീകളും സ്വന്തമായി തന്നെയാണ് ജീവിക്കുന്നത്, സ്വന്തമായി അധ്വാനിക്കുകയാണ്. ഒരു വിവാഹത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവും ആദ്യമേ. പക്ഷെ കുറച്ച് കഴിയുമ്പം ഭർത്താവ് കാണില്ല, അവർ വേറെ പലയിടത്തും പല സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നുണ്ടാവും. ഈ സെക്സ് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ എനിക്കത് ശരിക്കും മനസ്സിലായിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ വന്നിട്ടുള്ള, ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള 10, 200, 300ഓളം സ്ത്രീകൾ, അവരെല്ലാവരും തന്നെ വിവാഹത്തിനകത്തൂടെ കടന്നുപോയവരാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചെറുപ്പത്തിലെ അവരെ വിറ്റതൊന്നും അല്ല. അവരെല്ലാം കല്യാണം കഴിച്ച് പോയിട്ട് ഭർത്താവ് സംരക്ഷിച്ചുകൊള്ളും, അല്ലെങ്കിൽ കുടുംബം സംരക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് പോയവരാണ്. പക്ഷെ അവർ കുറച്ചാൾ കഴിയുമ്പോൾ ഭർത്താവ് ചെലവിന് കൊടുക്കുന്നില്ല, ഇവർ പണിയെടുക്കേണ്ടി വരുന്നു, ചവിട്ടും തൊഴിയും അടിയും എല്ലാം കൊള്ളേണ്ടി വരുന്നു. അങ്ങനെ അവർ പുറത്താവുകയും ഇങ്ങനെ തൊഴിലിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ എത്രയോ പേര് കുടുംബത്തിന് പുറത്താകുന്നു. എല്ലാവർക്കും കുടുംബത്തിനകത്താകാൻ പറ്റുന്നുമില്ല. പക്ഷേ ട്രാൻസ്ജെൻഡർ മനുഷ്യർ, അതുപോലെയുള്ള ഒരുപാട് പേര് കുടുംബത്തിന് പുറത്താണ്. വളരെ ശരിയാണ്. പക്ഷേ അവരെ നമ്മൾ കാണുന്നില്ല. നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു കുടുംബമുണ്ട്, ഇങ്ങനെ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു കുടുംബം എവിടെയോ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് മാത്രം കിട്ടുന്നില്ല ഇതിൻ്റെ സുഖം എന്നാണ് ഓരോരുത്തരും വിചാരിക്കുന്നത്. അതുകൊണ്ട് ആരോടും പറയുന്നുമില്ലല്ലോ. എത്ര പേര് തുറന്ന് പറയും? ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും തുറന്ന് പറയുന്നുണ്ടോ? ഏറ്റവും അടുത്ത കൂട്ടുകാരോട് പറയുന്നുണ്ടോ? പറയാൻ പറ്റില്ല. അവിടെയാണ് ഈ മൂല്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള മൂല്യത്തിൻ്റെ ശക്തി, അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ്. സ്ത്രീകളെയും മറ്റ് ജെൻഡറിലുള്ളവരെയുമാണ്. പുരുഷന്മാർക്കത് വളരെ സൗകര്യമാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പുരുഷന്മാരുടെ ഭയവും അതാണ്. സ്ത്രീകൾ വലിയ തോതിൽ ഭയം പുരുഷന്മാരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈയിടയ്ക്ക് ഒരു ചർച്ചയിൽ വന്നത്, ഇപ്പോൾ ഒരുപാട് ആൺകുട്ടികൾ അവരുടെ എന്താ പറയുക, അവരുടെ കോൺഫിഡൻസ് പോകുന്നു, അവരുടെ ആത്മവിശ്വാസം പോകുന്നു, അവർ പഠിക്കാൻ തന്നെ പോകുന്നില്ല. പെൺകുട്ടികൾ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുകയും അവർ വാഹനങ്ങളിലൊക്കെ കയറി സഞ്ചരിക്കുകയും അവർ പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് കാരണം ആൺകുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു, പുരുഷന്മാർക്ക് ഭയമുണ്ടാകുന്നു എന്നാണ്. ശരിയാണ്. അവർ ഇതുവരെ പുരുഷന്മാർക്കുണ്ടായിരുന്ന സെക്യൂരിറ്റിയാണ് നഷ്ടപ്പെടുന്നത് സ്ത്രീകൾ സ്വതന്ത്രരാകുമ്പോൾ. അപ്പോൾ ഈ സ്ത്രീകൾ എന്തോ കുഴപ്പം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. സ്ത്രീകൾ കുഴപ്പം ചെയ്യുന്നില്ല, അവർ മനുഷ്യരായിട്ട് ജീവിക്കുകയാണ്. സ്ത്രീകൾ മനുഷ്യരാകാൻ ശ്രമിക്കുകയും മനുഷ്യരായി ജീവിക്കുകയും ചെയ്യുമ്പോൾ വേറൊരു ജെൻഡറിലുള്ളവർക്കത് അസ്വസ്ഥതയും ഇൻസെക്യൂരിറ്റിയും ആത്മവിശ്വാസക്കുറവുമൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അത് നമ്മൾ പരിശോധിക്കണം. അവിടെ പുരുഷന്മാർക്ക് എന്താണ് പ്രശ്നം എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സ്ത്രീകൾ, പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികൾ വളരെ മുന്നിലിരുന്ന് കൈയടിക്കുന്നുണ്ടില്ലേ? അവർ സ്വതന്ത്രരാവുകയാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ഇവിടെ ഇൻസെക്യൂരിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
അവിടെ അപ്പം ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ്. ഇത്രയും കാലം കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും സ്ത്രീ നമുക്ക് ആ സ്ത്രീകളെയൊക്കെ ഭയങ്കര ബഹുമാനമാണ്. ഈ ഓഫീസുകളിലോ അല്ലെങ്കിൽ പുരുഷന്മാർ കൂടുന്നിടത്തോ ഉള്ള ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഐറിസ് എന്ന് എനിക്കറിയുണ്ടോ? ശ്രദ്ധിച്ചു നോക്കുക. അവരെപ്പോഴും നല്ല സ്ത്രീകളും ഉണ്ടാവും, അവരുടെ മനസ്സിൽ കുറച്ച് പേര് സ്ത്രീകളും ചീത്ത സ്ത്രീകളുമാണെന്ന് പറയും. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര നല്ല പെണ്ണുങ്ങളാണ്, എന്നാൽ പുറത്ത് കുറച്ച് ചീത്ത പെണ്ണുങ്ങളുണ്ട്. അതുപോലെ ആകരുത്. സ്വകാര്യ സംഭാഷണങ്ങൾ, പുരുഷന്മാരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ എപ്പോഴും വരുന്ന കാര്യമാണ്. ഈ നല്ല സ്ത്രീ ചീത്ത സ്ത്രീ എന്നുള്ള ദ്വന്ദ്വം ഇതിനകത്ത് സ്ത്രീകളും വീണുപോവാണ്. അപ്പം ആദ്യം ഈ അഭിമാനം എന്ന് പറഞ്ഞ മിഥ്യയായിട്ടുള്ള അഭിമാനം, പുരുഷാധിപത്യ സമൂഹം, പുരുഷന്മാരെന്ന് ഞാൻ പറയുന്നില്ല, ആ പാട്രിയാർക്കൽ സൊസൈറ്റി ഏൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ ഈ മിഥ്യാഭിമാനം എടുത്തു കളയണം. സ്ത്രീകൾ എടുത്ത് കളഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അവർ മനുഷ്യരായി മാറണം. സ്ത്രീകൾ മനുഷ്യരായി മാറണം.